ഒരു സ്ത്രീ പ്രവാചകൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. കുറ്റബോധത്തോടെ കരഞ്ഞിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്, റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം, ഞാനൊരു മാലിന്യത്തിൽ പെട്ടുപോയി. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ? ഞാൻ വ്യഭിചരിച്ചു പോയി നബിയെ. പ്രവാചകൻ ആ പറഞ്ഞത് കേട്ടില്ല എന്ന പോലെ ഒന്ന് പിറകോട്ട് നിന്നു. അവർ വീണ്ടും പറയുന്നുണ്ട്, റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം. പ്രവാചകൻ മറുപടി പറയുന്നു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നുണ്ട്, ഞാൻ ഗർഭിണിയാണ് റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം. വിവാഹശേഷമുള്ള വ്യഭിചാരത്തിന് എറിഞ്ഞുകൊല്ലലാണ് ഇസ്ലാമിൽ ശിക്ഷ. രഹസ്യമായി ആരും കാണാതെ താൻ ചെയ്ത തെറ്റിന് വളരെ പരസ്യമായിട്ട് ശിക്ഷ ചോദിച്ചു വന്നിരിക്കുകയാണ് അവർ. പ്രവാചകൻ അവരുടെ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇവർ ഗർഭിണിയാണ്, നിങ്ങൾ ഇവളെ നല്ല രീതിയിൽ നോക്കണം, പ്രസവശേഷം വന്നാൽ മതി. പ്രവാചകൻ അവരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ആ സ്ത്രീ പ്രസവിക്കുന്നുണ്ട്. ഉടനെ അവർ പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നു. അന്നും പ്രവാചകൻ അവരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ മുലകുടി പ്രായം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ദിവസങ്ങൾക്ക് ശേഷം അവർ വീണ്ടും വരുന്നു. അന്ന് അവരുടെ ശിക്ഷ നടപ്പിലാക്കുകയാണ്, എറിഞ്ഞു കൊല്ലുകയാണ്. പ്രവാചകൻ്റെ തൊട്ടടുത്താണ് അലി റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. ആരോ എറിഞ്ഞ ഒരു കല്ല് ആ സ്ത്രീയുടെ നെറ്റിയിൽ ചെന്നാണ് തട്ടുന്നത്. അതിൻ്റെ ചോര നേരെ വന്ന് പതിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രത്തിലാണ്. ഉടനെ അവരെ ശപിക്കുന്ന തരത്തിലെന്തോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി. ഉടനെ പ്രവാചകൻ അദ്ദേഹത്തെ തിരുത്തുന്നുണ്ട്, മിണ്ടിപ്പോകരുത് അലി, താൻ ചെയ്ത തെറ്റിന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷ ചോദിച്ചു വാങ്ങിപ്പോകുന്ന ആളാണത്. അവൾ ചെയ്തൊരു പക്ഷാതാപമുണ്ട് അലി. മക്കയിലെയും മദീനയിലെയും മുഴുവൻ ആളുകൾക്കിടയിൽ വീതം വെച്ചാലും അത് വീണ്ടും ബാക്കിയായിരിക്കും. ശേഷം അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയി നിസ്കരിച്ചിട്ടാണ് പ്രവാചകൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്.